നമസ്കാരം. I+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ സെറ്റ് സുവോളജിയുടെ ഏതാണ് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെക്ഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് തുടങ്ങുകയാണ്. The data boxes and Pribnow boxes are component of the regions of dash of DNA. അതായത് ഓപ്പറേറ്റർ ആണോ, എൻഹാൻസർ ആണോ, പ്രൊമോട്ടർ ആണോ, ആക്ടിവേറ്റർ ആണോ? ടാറ്റാ ബോക്സും പ്രിപ്നോ ബോക്സസ് എന്ന് പറയുന്ന DNA-യുടെ ഏത് ഭാഗമാണ് ടാറ്റാ ബോക്സ് അല്ലെങ്കിൽ പ്രിപ്നോ? പ്രൊമോട്ടർ ആണ്. ടാറ്റാ ബോക്സും യൂക്കാരിയോട്സും പ്രിപ്നോ ബോക്സ് അത് ഓർത്തിരിക്കണം. ടാറ്റാ ബോക്സ് എവിടെയാണ്? യൂക്കാരിയോട്സിലും. പ്രിപ്നോ ബോക്സ് എവിടെയാണ്? പ്രൊക്യാരിയോട്സിലും എന്ന് പറയുന്നത് DNA സീക്വൻസിലെ പ്രൊമോട്ടർ റീജിയനുകളാണ്. ടാറ്റാ ബോക്സ് എവിടെയാണ് കാണുന്നത്? യൂക്കാരിയോട്സിൽ. പ്രധാനമായിട്ടും നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റിനെ അപ്സ്ട്രീം ആയിട്ട്, അതായത് മുന്നില് ഒരു 25 to 30 ബേസ് പെയർസിൽ മുന്നിലായിരിക്കും ഈ പറയുന്ന ടാറ്റാ ബോക്സുകളെ നമ്മൾ കാണുന്നത്. ടാറ്റാ ബോക്സ് അതിന്റെ സീക്വൻസ് എങ്ങനെയായിരിക്കും? TATA. അത് ഓർത്തിരിക്കണം. ടാറ്റാ ബോക്സിന്റെ സീക്വൻസ് TATA. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? RNA പോളിമറൈസിനെ, എന്താണ്? RNA പോളിമറൈസിനെ TF2D ബൈൻഡ് ചെയ്ത് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. TF2D-നെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാറ്റാ ബോക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഏതാ? പ്രിപ്നോ ബോക്സ് ആണ്. അത് കാണുന്നത് പ്രൊക്യാരിയോട്സിലാന്ന് പറഞ്ഞു. 10 ബേസ് പെയർസ് ട്രാൻസിഷൻ സൈറ്റിന് മുന്നേ 10 ബേസ് പെയർസിന് മുന്നേ ആണ് ഈ പറയുന്ന പ്രിപ്നോ ബോക്സ് കാണുന്നത്. ഇതിന്റെ സീക്വൻസ് നമ്മൾ പറഞ്ഞു ഏതാണ്? ടാറ്റാറ്റ് ആണ്. TATAAT. ഇവരെന്ത് വേണ്ടിയാ? RNA പോളിമറൈസിനെ കറക്റ്റ് ആയിട്ട് DNA-ക്ക് വേണ്ടി, DNA ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള മെൽറ്റിങ്ങിന് വേണ്ടിയാണ്. ഇനി ഓപ്പറേറ്റർ എന്തായിരുന്നു? അതായത് പ്രൊമോട്ടർ ആണ് ആക്ടിവേറ്റർ. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്രൊക്യാരിയോട്സിൽ മാത്രം കാണുന്ന, ഓപ്പറോൺസിൽ മാത്രം കാണുന്ന ഭാഗങ്ങളാണ് ഓപ്പറേറ്റർ. അതായത് റിപ്രസർ പ്രോട്ടീൻ വന്ന് ട്രാൻസ്ക്രിപ്ഷൻ ബൈൻഡ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എൻഹാൻസർ കാണുന്നതോ അത് യൂക്കാരിയോട്സിൽ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാൻ? ട്രാൻസ്ക്രിപ്ഷൻ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷന്റെ ആ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എൻഹാൻസർ. ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ആണ്. DNA-യുടെ റീജിയൻ അല്ല. ആക്ടിവേറ്റർ എൻഹാൻസറിലേക്കോ പ്രൊമോട്ടറിലേക്കോ ബൈൻഡ് ചെയ്തിട്ടാണ് അവരുടെ ആക്ഷൻ നടത്തുന്നത്. ഫാറ്റി ആസിഡ് എൻ്റർ ദ ക്രബ് സൈക്കിളാസ്. അതായത് ക്രബ് സൈക്കിളിലേക്ക് ഫാറ്റി ആസിഡ്സിന്റെ എൻ്റർ എങ്ങനെയാണ്? ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്, ലോങ് ചെയിൻ ഓഫ് 20 കാർബൺ ആറ്റംസ്, 2 കാർബൺ ആറ്റം, 1 കാർബൺ ഫ്രാഗ്മെന്റ്, 3 കാർബൺ ഫ്രാഗ്മെന്റ്. ഇതിനകത്തേക്ക് ക്രബ് സൈക്കിളിലേക്ക് ഫാറ്റി ആസിഡ്സ് എൻ്റർ ചെയ്യുന്നത് ഏത് ഫോർമാറ്റിലാണ്? ഏതായിരിക്കും? ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ എന്ന് പറയുന്നത് 2 കാർബൺ ഫ്രാഗ്മെന്റ് ആണ്. അതെന്തുകൊണ്ടെന്നാൽ ഫാറ്റി ആസിഡ്സിന് എന്തിനുള്ള കഴിവില്ല? ഡയറക്ട്ലി ക്രബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഈ പറയുന്ന ഫാറ്റി ആസിഡ്സ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ബീറ്റാ ഓക്സിഡേഷൻ വഴി മൈറ്റോകോൺട്രിയയിലെ ബീറ്റാ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യണം. എന്താണ് ബീറ്റാ ഓക്സിഡേഷൻ? ഈ പറയുന്ന ഫാറ്റി ആസിഡിനെ 2 ചെയിൻ കാർബൺ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ബീറ്റാ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോ എത്ര? 2 ഫ്രാഗ്മെന്റ് ആയിട്ടുള്ള 2 കാർബൺ ആറ്റംസ് ആയിട്ട് കൊണ്ടുപോകുന്നു. ഈ 2 കാർബൺ ആറ്റംസ് ആണ് അസറ്റൈൽ കോഎൻസൈമേ. ഈ അസറ്റൈൽ കോഎൻസൈമയാണ് പിന്നീട് ക്രബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്ത് ഓക്സാലോ അസറ്റേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് സിട്രേറ്റിന്റെ ഫോർമേഷനിലേക്ക് നയിക്കുന്നത്. സോ നോക്കാം, ഫാറ്റി ആസിഡ്സിന്റെ ഡയറക്റ്റ് എൻ്റർ അല്ല. ഫാറ്റി ആസിഡ്സ് ആദ്യം ബീറ്റാ ഓക്സിഡേഷൻ നടന്ന് അസറ്റൈൽ കോഎൻസൈമേ ആയിട്ട് 2 കാർബൺ ആയിട്ടുള്ള അസറ്റൈൽ കോഎൻസൈമേ ആയിട്ട് റിലീസ് ചെയ്ത് അസറ്റൈൽ കോഎൻസൈമയാണ് എന്തായിട്ട് മാറുന്നത്? ഈ പറയുന്ന ക്രബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഒരിക്കലും 20 കാർബൺ, ഓപ്ഷൻ 20 ലോങ് കാർബൺ അതൊരിക്കലും ചെയ്യുന്നില്ല. 2 കാർബൺ ആണ്. ഇനി 1 കാർബൺ ഫ്രാഗ്മെന്റ് ബീറ്റാ ഓക്സിഡേഷനിലൂടെ നടക്കുന്നില്ല. അതുകൊണ്ട് അതിനും ക്രബ് സൈക്കിളിലേക്ക് കയറാൻ സാധിക്കില്ല. ഇനി 3 കാർബൺ ഫ്രാഗ്മെന്റ് പ്രൊപ്പിയോണൈൽ കോഎൻസൈമേ ഉണ്ട്. അത് ഓൾഡ് ചെയിൻ ഫാറ്റി ആസിഡ്സിൽ കിടക്കുന്നതാണ്. പക്ഷെ അതും എന്ത് ചെയ്യുന്നില്ല? ക്രബ് സൈക്കിളിലേക്ക് കടക്കുന്നില്ല. ഇത് സക്സിനൈൽ കോഎൻസൈമേ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? 2 കാർബൺ കോമ്പൗണ്ട് ആണ്. 2 കാർബൺ ഫ്രാഗ്മെന്റ് ആയിട്ടാണ്. In which step of the Krebs cycle does FAD
പാർട്ടിസിപ്പേറ്റ് ആസ് ആൻ ഇലക്ട്രോൺ അക്സെപ്റ്റർ. എപ്പോഴാണ് FAD ആക്ട് ചെയ്യുന്നത്? മാലിക് ആസിഡ് ടു ഓക്സാലിക് ആസിഡ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാനിക് ആസിഡ് ടു സക്സിനിക് ആസിഡ്, സക്സിനിക് ആസിഡ് ടു ഫിമാരിക് ആസിഡ്, ഫിമാരിക് ആസിഡ് ടു മാലിക് ആസിഡിൽ ഏതാണ് FAD ഒരു കോഫാക്ടർ ആയിട്ടുള്ളത്? ക്രബ് സൈക്കിളിലെ FAD കോഫാക്ടർ ആയിട്ടുള്ളത് ഒരേ ഒരു സ്റ്റെപ്പിലാണ് നമുക്കറിയാം. അത് എവിടെയാണ്? അത് സക്സിനിക് ആസിഡ് ഫ്യൂമാരിക് ആസിഡ് ആയി മാറുമ്പോഴാണ്. സക്സിനിക് ആസിഡ് ഫ്യൂമാരിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴാണ്. FAD as an electron acceptor in TC only in one step. ഏതാണ്? സക്സിനിക് ആസിഡ് ഫ്യൂമാരിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എൻസൈം അല്ലെങ്കിൽ കാറ്റലൈസ് ചെയ്യുന്നത് ആരാണ്? സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. ഇവിടെ എന്തിനാണ് FAD? സക്സിനിക് ആസിഡ് അല്ലെങ്കിൽ ഈ പറയുന്ന സക്സിനേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന NAD+നെ റെഡ്യൂസ് ചെയ്യുന്ന അത്ര സ്ട്രോങ് അല്ല. സോ ഈ പറയുന്ന എൻസൈം FAD-നെയാണ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് മാറുന്നത്. ഈ ഒരു റിയാക്ഷനിൽ FAD എന്തായിട്ട് മാറുന്നു? FADH2 ആയിട്ട് മാറുന്നു. FADH2 ആയിട്ട് മാറുന്നു. ഈ FADH2 പിന്നീട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് കൊടുക്കുകയാണ്. മാലിക് ആസിഡ് ഓക്സാലിക് അസറ്റിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പില് അവിടെ NADH ന്റെ പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് സക്സിനൈൽ കോഎൻസൈം ആയി മാറുമ്പോൾ അവിടെ NAD+ ആണ് യൂസ് ചെയ്യുന്നത്. ഫിമാരിക് ആസിഡ് മാലിക് ആസിഡ് ആയി മാറുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്ററും ഇൻവോൾവ് ആയിട്ടില്ല. The DNA fingerprinting technique is based on the occurrence of dash in the DNA. Abnormal chromosomes, short tandem repeats, specific genes, gene duplication, DNA fragment method ല് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ DNA പ്രൊഫൈലിംഗ് അനാലിസിസ് നടത്തുന്നത്? നമ്മുടെ DNA യിലെ ഏത് ഭാഗം മൂലമാണ്? ഏതാണ്? ഓപ്ഷൻ ബി ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് ആണ്. ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 to 6 ബേസ് പെയർ ലോങ് ഉള്ള, അതായത് 2 to 6 ബേസ് പെയർ ലോങ് ഉള്ള DNAയിലെ നോൺ കോഡിംഗ് റീജിയൻസിന്റെ സീക്വൻസുകളാണ്. അതായത് DNAയുടെ നോൺ കോഡിംഗ് റീജിയൻസിൽ എന്തുണ്ടാവും? റിപ്പീറ്റിംഗ് ആയിട്ടുള്ള 2 to 6 ബേസ് പെയർ ലോങ് ഉള്ള സീക്വൻസുകൾ ഇടയ്ക്കിടയ്ക്ക് കാണും. ഇതാണ് എന്തായിട്ട് DNA ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ STR തന്നെ യൂസ് ചെയ്യുന്നത്? അത് ഓരോ വ്യക്തികളിലും ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലിലും ഈ നമ്പർ ഓഫ് റിപ്പീറ്റ് വ്യത്യാസമാണ്. അതുകൊണ്ട് ഓരോ ആൾക്കാർക്കും പെർഫെക്റ്റ് ഉള്ള മാർക്കേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് ആണ്. ഒരിക്കലും അബ്നോർമൽ ക്രോമസോംസ് അല്ല. ക്രോമസോംസ് ഒരിക്കലും DNA ഫിംഗർ പ്രിന്റിംഗിന്റെ ഭാഗമാകുന്നില്ല. സ്പെസിഫിക് ജീൻസ് ആണോ? സ്പെസിഫിക് ജീൻസ് എന്ന് പറഞ്ഞാൽ ഹൈലി കൺസേർവ്ഡ്, ഹ്യൂമൻസിന് ഹൈലി കൺസേർവ്ഡ് ആയിട്ടുള്ള ജീനുകളാണ് സ്പെസിഫിക് ജീൻസ്. അതെല്ലാവർക്കും ഒരേപോലെയാണ്. ജീൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് നടക്കുന്നതും ഒരിക്കലും ഒരു റുട്ടീൻ ഐഡന്റിഫിക്കേഷന് സാധ്യമല്ലാത്തതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ജീൻ ഡ്യൂപ്ലിക്കേഷൻ. സോ ഇവിടെ ആൻസർ ഏതാണ്? DNA ഫിംഗർ പ്രിന്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ്. അടുത്ത സിമ്പിൾ ആയിരുന്നു. 3 children in a family having a blood group O, AB and B respectively. Select the genotype of their parent from the following. ഇതിനകത്ത് ഏതായിരിക്കും അവരുടെ പേരന്റ് അനാലിസിസ്? അതായത് നോക്കുക, O ഉണ്ട്, AB ഉണ്ട്, B ഉണ്ട്. B ആണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. IB എന്നോ IB IO എന്നോ വരാം. AB ആണെങ്കിലോ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഏതൊക്കെയാണ്? AB വരാൻ AB വരാൻ IAയും IB എന്ന് പറയുന്ന കോമ്പിനേഷൻ തന്നെ വേണം. O വരാനാണെങ്കിലോ IO. ഇതിൽ ഏതായിരിക്കും? IAAIBI. ഇതിനകത്താണെങ്കിൽ വരൂ. അതായത് O വരണമെങ്കിൽ 2 I വേണം. അതായത് പേരന്റിനും 2 പേരന്റ്സിനും വേണം. സോ അതിലാകെ ആർക്ക് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എക്ക് മാത്രമേ ഉള്ളൂ. നോക്കുക, ഏതായിരിക്കും? IAIO and IBIO. അതായത് IA ഉണ്ട്,
IO ഉണ്ട്. മദറിനായിക്കോട്ടെ. ഫാദറിനാണെങ്കിൽ IB ഉണ്ട്, IO ഉണ്ട്. ഇതിനെ എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്യാം? ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാവാം, ഇതാവാം, അതേപോലെ തന്നെ ഇതാവാം, ഇതാവാം. IAയും IBയും കൂടിയാൽ AB പോസിറ്റീവ് കിട്ടുന്നു. IAയും I0യും ഇവിടെ കൂടുമ്പോൾ അയാൾക്ക് AB പോസിറ്റീവ് അല്ല, AB ബ്ലഡ് വരുന്നു, A ബ്ലഡ് വരുന്നു. IOയും അതേപോലെ തന്നെ IOയും വന്നാൽ O വരുന്നു. IOയും IBയും വന്നാൽ B വരുന്നു. സോ നോക്കാം, O AB A മൂന്നും കിട്ടുന്നത് ആർക്കാണ്? ഈ ഒരു ജീനോടൈപ്പിലാണ്. The genetic disorder neurofibromatosis is autosomal recessive, autosomal dominant, sex-linked dominant, sex-linked recessive. ഈ ഒരു കാര്യത്തിൽ, അതായത് ഡിസീസിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഡിസീസുകൾ, അതായത് ഓട്ടോസോമൽ ഡൊമിനന്റ്, ഓട്ടോസോമൽ റെസസീവ്, അതേപോലെ തന്നെ സെക്സ് ലിങ്ക്ഡ് ഡൊമിനന്റും സെക്സ് ലിങ്ക്ഡ് റെസസീവ് എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഫൈബ്രോമാറ്റോസിസ് ഏതായിരിക്കും ഇതില്? ഓട്ടോസോമൽ റിസസീവ് ഡൊമിനന്റ്, സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡൊമിനന്റ് ഏതാണ്? അത് ഓട്ടോസോമൽ ഡൊമിനന്റ് ഡിസോർഡർ ആണ്. അതായത് ഒരു ജീനിന്റെ ഒരു മ്യൂട്ടേഷനില് ഒരു ജീനില് മ്യൂട്ടേഷൻ വന്നാൽ തന്നെ അവര് ഡിസീസിനെ എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് അഫക്റ്റഡ് ഇൻഡിവിജ്വലിന് 50% ഓട്ടോസോമൽ ഡിസീസ് ആണെങ്കിൽ എത്രയാണ്? അഫക്റ്റഡ് ഇൻഡിവിജ്വലിന് 50% ചാൻസ് ഉണ്ടാകുന്നു. പിന്നെ അതേപോലെ തന്നെ ഓട്ടോസോമൽ ആയതുകൊണ്ട് ഇത് ആർക്കൊക്കെ? മെയിൽസിനും ഫീമെയിൽസിനും ഇത് ഒരേപോലെ ബാധിക്കുന്നു. ഓട്ടോസോമൽ ഡൊമിനന്റ്, അതായത് ഓട്ടോസോം ക്രോമസോമിലെ ഏതെങ്കിലും ഒരു കോപ്പിക്ക് മാത്രം പ്രശ്നം വന്നാലും ഡിസീസ് ഫോം ചെയ്യുന്നതിനാണ് ഓട്ടോസോമൽ ഡൊമിനന്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞ ന്യൂറോ ഫൈബ്രോമാറ്റോസിസ്. അടുത്തതാണ് മൾട്ടിപ്പിൾ അലീൽസ്. മൾട്ടിപ്പിൾ അലീൽസ് ആർ present in different chromosome at different loci in same chromosome at the same locus in the homologous chromosome in X chromosomes only. ഏതാണ് മൾട്ടിപ്പിൾ അലീൽസ്? മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത് ഇതിൽ ഏതർത്ഥമാണ്? മൾട്ടിപ്പിൾ അലീലിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം, ABO ബ്ലഡ് ഗ്രൂപ്പ്. ഇനി പറയാം ഇതിനകത്ത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, അറ്റ് ദ സെയിം ലോക്കസ് ഇൻ ദി ഹോമോലോഗസ് ക്രോമസോം. അതായത് മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ഓൾട്ടർനേറ്റീവ്സ് ഓഫ് ജീന് സെയിം പോപ്പുലേഷനിൽ കാണുന്നതാണ്. അതായത് IA, IB, IO എല്ലാം എങ്ങനെയാണ്? സെയിം ജീനിന്റെ ലോക്കസിലാണ്, അതായത് സെയിം ഹോമോലോഗസ് ക്രോമസോമിലെ സെയിം ജീൻ ലോക്കസിൽ കാണുന്ന അലീൽസിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വലിനും എത്ര? 2, അതായത് 2 അലീൽസേ ഉണ്ടാകുന്നുള്ളൂ. ആ 2 അലീൽസും എങ്ങനെയാണ്? ഈച്ച് ഹോമോലോഗസ് ക്രോമസോമിലായിരിക്കും ഇത് കാണുന്നത്. പക്ഷെ പോപ്പുലേഷനിലാണെങ്കിൽ സെയിം ലോക്കസിൽ ഒരുപാട് അലീൽസ് എക്സിസ്റ്റ് ചെയ്യും. സോ അത് ഓർക്കണം, മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറഞ്ഞാൽ സെയിം ജീനിന്റെ 2 ഓൾട്ടർനേറ്റീവ് ഫോംസ് ഹോമോലോഗസ് ക്രോമസോമിൽ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ മിസ്മാച്ച്ഡ് പെയർ ഓഫ് DNA റിപ്പയർ. നമ്മുടെ ജനറ്റിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഭാഗം. ഇതിനകത്ത് ഏതാണ് DNA റിപ്പയറിൽ മിസ്മാച്ച്ഡ് ആയത്? ഫോട്ടോലയേസ് ഡയറക്ട്ലി റിപ്പയർ. ഫോട്ടോലയേസ് എന്ന് പറയുന്നത് അത് ആര് റിപ്പയർ ചെയ്യാനാ? UV ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള തൈമിൻ ഡൈമറെ, അതായത് ഫോട്ടോ റിയാക്ടിവേഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെ ഫോട്ടോലയേസ് തൈമിൻ ഡൈമറിനെ റിപ്പയർ ചെയ്യാനുള്ളതാണ്. സോ ഇറ്റ് ഈസ് കറക്റ്റ്. അടുത്തത് ഏതാണ്? ആൽക്കലൈൽ ട്രാൻസ്ഫറേസ് ആണ്.
ആൽക്കലൈ ട്രാൻസ്ഫേസ്, അതായത് മീഥൈൽ ഗ്രൂപ്പ് ഓഫ് അമോണിയ, മീഥൈൽ ഗുവാനിൻ DNA മീഥൈൽ ട്രാൻസ്ഫറേസ്, അതായത് MGMT എന്നാണ് പറയുന്നത്. ആൽക്കൈൽ അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പിനെ ഗുവാനിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആൽക്കലൈൻ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അടുത്ത DNA N ഗ്ലയോസിലേസ് ആണ്. അത് ബേസ് എക്സിഷൻ റിപ്പയർ ആണെന്നാ പറയുന്നത്. അതായത് ഗ്ലയോസിലേസ് എന്ന് പറയുന്നത് ബേസസ്, ഡാമേജ് ആയിട്ടുള്ള ബേസുകളെ റിമൂവ് ചെയ്ത് ബേസ് എക്സിഷൻ റിപ്പയർ, അതായത് അത് റിമൂവ് ചെയ്തതിനു ശേഷമുള്ള റിപ്പയറിംഗ് മെക്കാനിസത്തിന് ആവശ്യമായിട്ടുള്ളതാണ് DNA N ഗ്ലൈക്കോസൈലേസ് എന്ന് പറയുന്നത്. സോ റോങ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. UVRA മിസ്മാച്ച് റിപ്പയർ അല്ല. പിന്നീട് എന്താണത്? UVRA എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ ആണ്. ബാക്ടീരിയയിൽ ഉള്ളതാണ്. അതിനെ നമ്മൾ UVR-ABC എൻഡോ ന്യൂക്ലിയേസ് പാത്വേ എന്ന് പറയുന്നു. അതായത് തൈമിൻ ഡൈമേഴ്സിനെയോ അല്ലെങ്കിൽ ബൾക്കി അഡക്സിനെയോ മനസ്സിലാക്കി ന്യൂക്ലിയോടൈഡിലുള്ള പ്രശ്നങ്ങളെ കട്ട് ചെയ്ത് എക്സസ് ചെയ്ത് റിപ്പയർ ചെയ്യുന്നതാണ് UVRA, അല്ലാതെ മിസ്മാച്ച് റിപ്പയർ അല്ല. ബേസ് എക്സിഷൻ റിപ്പയർ ആണ്. മിസ്മാച്ച് റിപ്പയറിന് ഇൻവോൾവ് ആയിട്ടുള്ളതാണ് മ്യൂട്ട് S, മ്യൂട്ട് L, മ്യൂട്ട് H എന്ന് പറയുന്നത്. Identify the disorder caused by structural chromosomal aberration. Edwards syndrome, Down syndrome, Creddu-Chart syndrome, Turner syndrome. ഇതിനകത്ത് ഏതാണ് സ്ട്രക്ചറൽ അബറേഷൻ? സ്ട്രക്ചറൽ അബറേഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന ക്രോമസോമിന്റെ എന്ത് ഡിലീഷനോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ, ട്രാൻസ്ലൊക്കേഷൻ, ഇൻവേർഷൻ, ഇതിൽ ഏതെങ്കിലും ഇൻവോൾവ് ആയി നമ്മുടെ ക്രോമസോം സെഗ്മെന്റുകൾക്ക് പ്രശ്നം വന്ന് സ്ട്രക്ചറൽ ചേഞ്ചസ് വന്ന് അബ്രേഷൻ വന്ന് ഫോം ആയ ഡിസോർഡർ ഏതാണ്? ഇതിലേതാണ്? ഓപ്ഷൻ സി ക്രിഡു-ചാർട്ട് സിൻഡ്രോം ആണ്. ക്രിഡു-ചാർട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്രോമസോമിന്റെ 5p, അതായത് ഷോർട്ട് ആമിന്റെ ഡിലീഷൻ കാരണമാണ്. ഷോർട്ട് ആം ഓഫ് ഡിലീഷൻ, 5p ഡിലീഷൻ കാരണമാണ് ക്രിഡു-ചാർട്ട് സിൻഡ്രോം ഉണ്ടാകുന്നത്. ഇതൊരു സ്ട്രക്ചറൽ ക്രോമസോം അബ്നോർമാലിറ്റി ആണ്. ഇവരെ നമുക്കൊരു ക്യാറ്റ് സിൻഡ്രോം എന്ന് കൂടി പറയും. കാരണം ഈ ഇങ്ങനെയുള്ള കുട്ടികളിൽ എന്ത് ചെയ്യാനുള്ള കഴിവില്ല, ഇവര് സംസാരിക്കുമ്പോൾ ഒരു അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള സൗണ്ട് ആയതുകൊണ്ട് ക്യാറ്റ് സിൻഡ്രോം എന്ന് നമ്മൾ ഇതിനെ പറയും. ഇതിന്റെ ഫസ്റ്റ് ഏതായിരുന്നു? എഡ്വേർഡ് സിൻഡ്രോം ആയിരുന്നു. ഓർക്കുക, എഡ്വേർഡ് സിൻഡ്രോം ട്രൈസോമി 18 ആണ്. അതായത് ക്രോമസോമലിന്റെ ന്യൂമറിക്കൽ ക്രോമസോമൽ അബ്നോർമാലിറ്റി ആണ്, സ്ട്രക്ചറൽ അല്ല. എഡ്വേർഡ് 18 ആണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ട്രൈസോമി 21 ആണ്. ഡിസ്ജങ്ഷൻ കാരണം നോർമൽ ഉള്ള അബ്നോർമാലിറ്റി വരുന്നു, ഡൗൺ സിൻഡ്രോം. ടെർണർ സിൻഡ്രോം ഉണ്ട്, അത് മോണോസോമിയാണ്. എന്ത് ചെയ്യുന്നു? ഒരു X ഉണ്ടാവില്ല. ന്യൂമറിക്കൽ ക്രോമസോം അബ്സോർപ്ഷൻ ആണ്, അവിടെയും സ്ട്രക്ചറൽ അല്ല. ഒരു കാര്യം ഓർക്കുക, എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി 18 ഉം ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21 ഉം ടെർണർ സിൻഡ്രോം എന്ന് പറയുന്നത് മോണോസോമി. ഇത് മൂന്നും എന്താണ്? ന്യൂമറിക്കൽ ക്രോമസോമൽ അബ്നോർമാലിറ്റി ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദി സെൽസ് കമ്പോണന്റ് കണ്ടെയ്നിങ് UCP1 അല്ലെങ്കിൽ അൺകപ്ലിംഗ് പ്രോട്ടീൻ 1? Mitochondria of areola tissue, mitochondria of adipose tissue, Golgi bodies of adipose tissue, Golgi bodies of areola tissue. എന്താണ് ഈ പറയുന്ന അൺകപ്ലിംഗ് പ്രോട്ടീൻ 1 അല്ലെങ്കിൽ UCP1 ഫംഗ്ഷൻ എന്താ? നോൺ ഷിവറിംഗ് തെർമോജനസിസ് ആണ്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇതിനകത്ത് ഏതായിരിക്കും വരുന്നത്? ആൻസർ ഏതാ? മൈറ്റോകോൺട്രിയ ഓഫ് അഡിപ്പോസ് ടിഷ്യൂസ് ആണ്. ഈ പറയുന്ന UCP1 എന്ന് പറയുന്നത് നോൺ ഷിവറിംഗ് തെർമോജനസിസ്, അതായത് അത്രയും തണുപ്പുള്ള കേസുകളിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അഡിപ്പോസ് ടിഷ്യൂസിൽ നിന്നും നമുക്ക് ഹീറ്റ് കിട്ടാൻ വേണ്ടി, അതായത് ഇവിടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ അല്ല നടക്കുന്നത്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ നടത്താതെ, അതായത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ കൊടുക്കാതെ ഈ ATP എന്തായിട്ട് മാറും? ATPനെ ഹീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസിലാണ് ഈ പറയുന്ന മൈറ്റോകോൺട്രിയയും UCP1ഉം ഇതൊക്കെ കാണുന്നത്. ഈ പറയുന്ന UCP1 അല്ലെങ്കിൽ നോൺ ഷിവറിംഗ് തെർമോജനസിസ് പ്രധാനമായിട്ടും കാണുന്നത് കുട്ടികളിലും ഹൈബർനേറ്റിംഗ് ആയിട്ടുള്ള അനിമൽസിലുമാണ്.
ബാക്കി നമുക്കറിയാം UCP1 എന്ന് പറയുന്നത് ഗോൾജി ബോഡീസ് ഓഫ് അഡിപ്പോസ് ടിഷ്യൂ ആണോ എന്ന് വെച്ചാൽ അതല്ല. UCP1 എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ പ്രോട്ടീൻസിൽ മാത്രം കണ്ടുവരുന്ന ഒരു അൺകപ്ലിംഗ് പ്രോട്ടീൻ. അതായത് അൺകപ്ലിംഗ് എന്ന് പറയാൻ കാരണം ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടത്താതെ അൺകപ്ലിംഗ് ചെയ്തുകൊണ്ടാണ് അവർ എന്തിനെ ജനറേറ്റ് ചെയ്യുന്നത്? ഹീറ്റിനെ ജനറേറ്റ് ചെയ്യുന്നത്. എന്ത് ചെയ്തു? ഇന്നത്തെ അതായത് ഈ ഒരു സെക്ഷനിലെ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ സെക്ഷൻ അതായത് ക്വസ്റ്റ്യൻ അനാലിസിസ് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.